अलम नशरह लक सदरक मनसूब है जिसे वरफ़अना लक ज़िक्रक। इस ज़ात का कुरान नबी ज़िक्र जली है। ओ मेरा नबी मेरा नबी मेरा नबी है। ओ मेरा नबी मेरा नबी मेरा नबी है। हाँ मेरा नबी है। ओ मेरा नबी है। वशम्स दुहा जहल वेल वल की झलक है। वल्लैल सजा के सूए हज़रत की झलक है। वशम्स दुहा जहल वेल वल की झलक है। वल्लैल सजा के सूए हज़रत की झलक है। आलम को दिया जिसका वसीले से मिली है। ओ मेरा नबी मेरा नबी मेरा नबी है। ओ मेरा नबी मेरा नबी मेरा नबी है। हाँ मेरा नबी है। ओ मेरा नबी है। अहमद है मोहम्मद है कोई वतम रसूल है। मफदूम मुराबी का कोई कालिय कुल है। अहमद है मोहम्मद है कोई वतम रसूल है। मफदूम मुराबी का कोई कालिय कुल है। उस पल ही नजर सारे ज़माने की लगी है। ओ मेरा नबी मेरा नबी मेरा नबी है। ओ मेरा नबी मेरा नबी मेरा नबी है। हरा गुंबद जो देखोगे ज़माना भूल जाओगे। अगर तेबा को जाओगे तो आना भूल जाओगे। हरा गुंबद जो देखोगे ज़माना भूल जाओगे। अगर तेबा को जाओगे तो आना भूल जाओगे। ना इतराओ ज़ियादा चांद तारो अपनी रंगत पर। ना इतराओ ज़ियादा चांद तारो अपनी रंगत पर। मेरे इमा बैन यदैहि वअन्ज़ल तौरात वल इंजील मिन क़ब्लु खुलक़ुकल क़ुरआन क़ौलुकल फ़ुरक़ान इन्नमा अंत
إلى الحق جل ओ हाशिमी मकी मदनी उल्ला रबी है ओ मेरा नबी मेरा नबी मेरा नबी है ओ मेरा नबी मेरा नबी मेरा नबी है हाँ मेरा नबी है ओ मेरा नबी है अल्लाह का फरमा अलम नशरह लक सदरक मनसूब है जिसे वरफअना लक ആദ്യമായി സ്തുതിക്കട്ടെ അൽഹംദുലില്ലാ 1400 സംവത്സരങ്ങൾക്കപ്പുറം മാനവ സമൂഹം അധപതനത്തിന്റെ അഗാധഘട്ടത്തിലേക്ക് ആപതിച്ചിരുന്ന കാലഘട്ടത്തിൽ അക്രമത്തിന്റെയും അനീതിയുടെയും അന്യായത്തിന്റെയും കൊടും കാറ്റുകൾ ലോകത്തെയും അടിച്ചു വീശിയിരുന്നപ്പോൾ സത്യമതത്തിന്റെ സുന്ദര സന്ദേശവുമായി അറേബ്യൻ മലയാളത്തിൽ ആരാധനായത് ജനന സമയത്ത് തന്നെ പല മഹാ അത്ഭുതങ്ങൾ രചിക്കുമെന്ന് വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ടിലെ ക്രൂരനും അക്രമികളുമായിരുന്ന ഒരു സത്യവാദിയാണ് അവിടത്തേക്ക് നേരിടേണ്ടി വന്നത്. തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞു പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അവരുടെ മുഖം വിവർണമാവുകയും നിഷ്കളങ്കിയായ ആചാര പൈതലിനെ ജീവനോട് കൂടെ കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് തന്നെ അവരുടെ ക്രൂരത എത്രമാത്രം ഉണ്ടായിരുന്നെന്ന് നമുക്ക് വിധിക്കാൻ കഴിയും. അക്രമവും കൊള്ളയും കളിയും കൊള്ളിവെപ്പും കൊണ്ടും കൊടുത്തു നിത്യ സംഭവമാക്കിയ ആ സമൂഹം മദ്യത്തിലും സ്വാഗതം കണ്ടെത്തിയിരുന്നത്. മനുഷ്യത്വത്തിന്റെ ഭാരവാദം പോലും പാലിക്കാത്ത സംസ്കാര ശൂന്യരായ ആ ജനവിഭാഗത്തിലേക്കായിരുന്നു സന്മാർഗത്തിന്റെ സന്ദേശവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നത്. അപ്പോൾ അവർ നബിയെ മർദ്ദിച്ച് അവശനാക്കുകയും വിമർശനത്തിന്റെ ക്രൂരപ്പുകൾ നബിക്കെതിരെ കയറിവിടുകയും ചെയ്തുവെങ്കിലും ചിതറാത്ത ചിത്തത്തോടും പതറാത്ത പാദത്തോടും കൂടെ അവിടുന്ന് പ്രബോധനം തുടരുകയും അങ്ങനെ വെറും 23 വർഷം കൊണ്ട് ധർമ്മത്തിന്റെയും നീതിയുടെയും വെളിച്ചം കാണാത്ത അന്ധകാലത്തിൽ ജനിച്ചു വളർന്ന ആ സമൂഹത്തെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമാക്കി മാറ്റിയെടുത്തു. ഇതാ ലോക ചരിത്രത്തിൽ ഇല്ലാത്ത പരിവർത്തനം. ഇതുകൊണ്ട് തന്നെ ലോകത്തെ ചരിത്രകാരന്മാരും ചിന്തകന്മാരും എഴുത്തുകാരന്മാരുമെല്ലാം അവരുടെ നാവിൻ കൊമ്പിലൂടെയും തൂലിക കൊമ്പിലൂടെയും പ്രവാചകരെ പ്രശംസിക്കുന്നത്. മാത്രമല്ല ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചക സന്ദേശം ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തിയുള്ളതാണ്. അറിയാതെ എന്നോട് പറയും അഴകാണൊരു മതിലിൽ വരിയും അതുവാണൊരു നിധിയിൽ ചാർത്തുക